We are about to begin. First, let me request the dignitaries to grace the stage with your presence. Let me welcome Dr. Kukumatai, our President, Mrs. Minnie Sebastian, Recording Secretary, Mrs. Philomena Baby, Honorary Secretary, Father Prince John Kalapeta, the Vicar of St. George Church, Kayanar, and our Chief Guest of the Day, Father Anthony Pudembla, Principal, Nirmala High Secondary School, Mochpura, escorted by Mrs. Gigi Rajan, Vice President, YWCA Mochpura. Celebration. Welcome, cherished friends and family, to a festive embrace of joy and warmth as we gather together in the glow of twinkling lights and the spirit of Christmas. Let the laughter be as contagious as the cheer, and may the magic of the season wrap us in moments of love and shared happiness. We are the MCs for the day. Myself, Helen Mary Sebastian, and myself, Minu Mary Francis. Minu, are you excited tonight? Yes, Helen, I'm so excited as our hall is graced by all the collective energy and enthusiasm that our members and distinguished guests bring to the space. As we gather in the sacred moment, let us bow our heads and join together in prayer. In the quiet embrace of the space, let our hearts connect with the divine, seeking solace, guidance, and blessings for all gathered here. Please remain standing as we offer our prayers. Ma'am, please. Praise the Lord. രാജാതിരാജാവും കർത്താവുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. 2023 അവസാന മാസത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടി വന്നിരിക്കുന്ന നമ്മൾ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ സ്തോത്രം കരയിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങളെ ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ കാത്തു സൂക്ഷിച്ചു. അപ്പ ഞങ്ങൾ സകലത്തിനും നന്ദി പറയുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികൾ, YWCA മെമ്പേഴ്സ്, അവരുടെ ഫാമിലി, പ്രസിഡന്റ്, സെക്രട്ടറി, ബോർഡ് മെമ്പേഴ്സ്, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളെയും വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഇത്ര മനോഹരമാക്കുവാൻ വേണ്ട ജ്ഞാനവും വിവേകവും ഓരോരുത്തർക്കും നൽകി അതിനെ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച ഓരോ വ്യക്തികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ സമയം, പ്രയത്നം എല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തല്ലോ പിതാവേ. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഈ കൂട്ടായ്മയുടെ കരുതലും സ്നേഹവും അനുഭവിക്കുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ അപ്പ. യേശുവെ, എല്ലാറ്റിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മാത്യു 1:16 വചനം പറയുന്നു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. യേശു ക്രിസ്തുവിനെ യഹൂദന്മാരുടെ രാജാവായ മശിഹായായി അവതരിപ്പിച്ചുകൊണ്ട് സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വചനം ജഡമായി തീർന്നു. ക്രിസ്തു നമ്മിൽ ഉരുവായാൽ നമ്മുടെ ചരിത്രം മാറും, നമ്മുടെ ലേബൽ മാറും, നമ്മൾ ഒരു അനുഗ്രഹമാകും. നമ്മെ കാണുന്നവർ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് പറയും. മാത്യു 1:20 പറയുന്നു, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവിടെ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ജീവന്റെ വചനമായ ക്രിസ്തു നമ്മിൽ ഉരുവായാൽ സ്വർഗം നമ്മെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങും. നമ്മുടെ സ്വർഗീയ പിതാവ് തന്നെ നമ്മൾ ഓരോരുത്തരുമാകുന്ന തൻ്റെ മകളെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുവാൻ തുടങ്ങുന്നു. നമ്മുടെ ഭാവി എല്ലാം ആ പിതാവിൻ്റെ കരങ്ങളിലാണ്. നമുക്ക് നാളെക്കുറിച്ചോർത്ത് ഭാരപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. പിൻപിലുള്ളത് മറന്നു മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. വചനം ജഡമായി തീർന്നു.
കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിച്ചു. ഈ ജീവന്റെ വചനം ഭക്ഷിച്ചുകൊണ്ട്, ഈ ജീവന്റെ വചനം തന്നെയായ ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ദൈവസ്നേഹം അനുഭവിച്ച് അനേകർക്ക് ആ ദൈവസ്നേഹത്തിന്റെ മാധുര്യം വിളമ്പുന്നവരാകാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന സത്യമാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിത്യമായതിനെ വിശ്വാസത്താൽ ആത്മീയ കണ്ണാൽ കാണുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. യേശു കർത്താവിന്റെ അമ്മയായ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് വചനം പറയുന്നു. ആ സ്വർഗീയ ദൂത് വിശ്വസിക്കുവാൻ കൃപ ലഭിച്ചു മറിയയ്ക്ക്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉദ്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ തന്നെ. ആത്മീക ജീവൻ ക്രിസ്തു മറിയയിൽ ഉരുവായി. വചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുവാൻ ദൈവപുത്രൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ദൈവപുത്രൻ ഭൂമിയിലേക്ക് ജഡമെടുത്തു വന്നു മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി നമ്മെ വീണ്ടെടുത്തു. വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം തന്റെ പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിച്ച് ആശ്രയിച്ച് ആർക്കും യേശു കർത്താവിന്റെ അടുക്കൽ വരാം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജനതയിലും കർത്താവിനെ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായി പറയുന്നു. ഇത് കൃപായുഗമാണ്. കൃപയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. 2023 അവസാന മാസത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു നമ്മളിൽ നിത്യജീവനായി ഉരുവാകട്ടെ. അങ്ങനെ ആ സ്വർഗീയ മഹിമയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ദൂതന്മാർ പാടിയത് നമ്മൾ അനുഭവിക്കുന്നവരാണ്. 2024 will be the most blessed and graceful year in Jesus Christ's name. Amen. അനേക ദിവസങ്ങളിലെ പ്രയത്നങ്ങളുടെ ഫലമാണ് നമ്മൾ ഈ കാണുന്നതും ഇനി കാണുവാനും കേൾക്കുവാനും പോകുന്നതുമെല്ലാം. എല്ലാറ്റിനെയും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you all in Jesus' name. Amen. Words that have guided generations. In this moment of reverence, let the pages of the Bible become a gateway to enlighten, offering us inspiration, comfort, and a pathway to divine understanding. I request all to be seated during the reading. Ma'am, please. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ഭാഗമാണ് ഇന്ന് വേദവായനയ്ക്കായി എടുത്തിരിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം മുതൽ. അതിന് അവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടി മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ അതിനെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിന്റെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന മുഖവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ വടിയും മിഥ്യാന്റെ നാടുകളിലെ പോലെ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. പക്ഷിയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു,
നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നുമെന്നേക്കും അവനതിനെ ന്യായത്തോടും നീതിയോടും കൂടി സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്റെ വീടുമിരിക്കുന്നു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. Moment. Let the music by our junior choir team members, Mrs. Tisha Vinod, Mrs. Manju Gigi, Mrs. Veena Jilji, and Mrs. Mayu Biju, led by Father Prince John Kalpurikal, envelop us, creating a space. ഇടയ കമലത ചേർത്ത
മീറ്റിംഗിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന YWCA പ്രസിഡന്റ് ഡോക്ടർ കുക്കു മത്തായി, നമുക്ക് ചീഫ് ഗസ്റ്റായി എത്തിയിരിക്കുന്ന ഫാദർ ആൻ്റണി പുത്തൻകുളം, 25 വർഷമായി YWCA കൊയറിനെ ഏറ്റവും ഭംഗിയായി നയിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛ, YWCA റെക്കോർഡിംഗ് സെക്രട്ടറി മിനി സെബാസ്റ്റ്യൻ, YWCA മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളെ, YWCAയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷം സജീവമാക്കാനായിട്ട് അരങ്ങിലും അണിയറയിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, Today is a special day for us. All of us are very happy to gather here on this auspicious occasion. As we gather in the spirit of love and joy, we reflect on a quarter century of our festive traditions and shared moments. It's also a commemoration of the bonds we have forged, the laughter we have shared, and the spirit of togetherness that define us. Now, let me come to my duty of welcoming you all. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ കുക്കുവാണ്. നമ്മുടെ YWCA ഏറ്റവും കാര്യക്ഷമമായി, ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കാൻ ഏറ്റവും ശ്രദ്ധയും താല്പര്യവും കൊടുത്ത് മുഴുവൻ സമയവും തന്നെ അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനിച്ച് ഉറച്ച് എല്ലാവരെയും സംഘടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. YWCAയുടെ മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ തീർച്ചയായും നമ്മുടെ പ്രസിഡന്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറെ പ്രചോദനാത്മകമാണ്. ഇന്നത്തെ ഈ മീറ്റിംഗ് ഇത്രയും സജീവമാക്കാനും കുക്കു ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ ഏറെ സഹായകമായിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് മെസ്സേജ് പറയാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും സ്നേഹബഹുമാന്യനായ നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആൻ്റണി പുത്തൻകുളമാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നിർമ്മല സ്കൂൾ പ്രിൻസിപ്പൽ എന്ന നിലയിൽ മാത്രമല്ല, മൂവാറ്റുപുഴയുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛൻ്റേത്. മൂവാറ്റുപുഴയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, ഏത് കാര്യത്തിലും, അതുപോലെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ശേഷിയും ഉത്സാഹവും ഒക്കെയുള്ള അച്ഛനെയാണ് നമുക്കൊരു മെസ്സേജിനായിട്ട് നാം ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ നല്ലൊരു മെസ്സേജ് നമുക്ക് കേൾക്കാനായിട്ട് കാതോർക്കാം. അച്ഛനെയും സ്നേഹബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പ്രിൻസപ്പനാണ്. 25 വർഷമായി നമ്മുടെ ഈ YWCA ഏറ്റവും ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് YWCAയുടെ കൊയർ ഏറ്റവും ഭംഗിയായി ഒരു മുടക്കവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ജാഗ്രതയോടെ അച്ഛൻ പ്രവർത്തിക്കുന്നു. അച്ഛൻ്റെ സർഗാത്മകതയാണ് അതിന് ഏറ്റവും കാര്യക്ഷമമായി അച്ഛനിലുള്ളത്.
അച്ഛൻ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും സമീപസ്ഥനാണെന്നുള്ളതും ഏറ്റവും വിനയാന്വിതമായ പെരുമാറ്റ ശൈലിയും സ്നേഹവും ഒക്കെ നമുക്കേറെ ആകർഷകമാണ്. അച്ഛൻ സെൻറ് ജോർജസ് ചർച്ച് വികാരിയാണ്, കായനാട് സെൻറ് ജോർജസ് ചർച്ച് വികാരിയാണ്. ഒപ്പം ഹഗിയ സോഫിയ സ്കൂളിലെ ഒരു അധ്യാപകനും കൂടിയാണ്. അപ്പോൾ അച്ഛനെയും ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം. ഒപ്പം നമ്മുടെ ഇന്നത്തെ ഈ സെലിബ്രേഷൻസ് ഏറ്റവും കാര്യക്ഷമമാക്കുന്നതിന് ഒളിഞ്ഞും തെളിഞ്ഞും അരങ്ങിലും അണിയറയിലും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട്, അതുപോലെ ക്യാമറ, ഫുഡ്, ഡെക്കറേഷൻസ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്ര മനോഹരമായി ഹോൾ അറേഞ്ച് ചെയ്യാനും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. അവരെ എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും വൺ ആൻഡ് ഓൾ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. താങ്ക് യു ഓൾ. Thank you, ma'am, for your words. It is with great awe behind the tremendous strides we have taken as an organization. She has steered the YWCA with grace, resilience, and an unwavering commitment to our shared mission. Today, we have the privilege of hearing the insights, aspirations, and wisdom that our President, Dr. Kuku Mathai, has graciously prepared to share in the presidential address. Chief guest of the evening, Reverend Father Anthony Puthangulam. Director of the YWCA choir for the last 25 years, Reverend Father Prince John. Secretaries of the YWCA, Mrs. Philomena Baby and Mrs. Minnie Sebastian. Guests, family members, YWCA members, and dear children. Christmas is a time of loving and caring, sharing and forgiving. It is indeed a great privilege for me to be the president of this YWCA again after a long gap of 25 years. 1998 ഞാൻ ആദ്യം ഈ YWCA പ്രസിഡന്റ് ആയത്. അന്ന് ഐ ബിലീവ് ഐ വാസ് മച്ച് മോർ യങ്ങർ ഓഫ് കോഴ്സ് ആൻഡ് മച്ച് മോർ ഇമ്മച്വർ ടു. And when this YWCA was at a stage when it needed to be revived and given new life, I was asked to do this by one of the past national presidents of the YWCA. And not knowing what I was in for, ഞാൻ ഹെഡ്ലോങ് ആയിട്ട് ഇതിനകത്ത് എടുത്ത് ചാടി. എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ അന്ന് പ്രസിഡന്റ് ആയത്. എങ്കിലും നിങ്ങളെല്ലാവരും അന്നും ഇന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ YWCയുടെ സ്ട്രെങ്ത് ഏകദേശം 100ഓളം മെമ്പേഴ്സിനെ അന്ന് ആക്കാൻ പറ്റി. അന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ഒരു ഹാൾ ഇല്ലായിരുന്നു. 1998 നമ്മൾ ലയൺസ് ക്ലബിൻ്റെ ഹാളിലാണ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി മുന്നോട്ട് വന്നു. ഇപ്പം 2023 എനിക്ക് പിന്നെയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഈ സമയത്ത് ഐ ബിക്കം ഓൾഡർ, ഐ ബിക്കം വൈസർ ആൻഡ് മച്ച് മോർ മെച്യൂർ ആൻഡ് ദാറ്റ് ഗേവ് മീ എ ചെയിൻ ഓഫ് വറീസ്. ഞാൻ രാത്രി ഉറക്കം നിർത്തി. രാത്രി മുഴുവൻ ഇത് ഞാൻ എങ്ങനെ കൊണ്ടു നടക്കും? ഞാൻ എൻ്റെ കരിയറിൻ്റെ ഏകദേശം പീക്കിൽ എത്തുന്ന സമയം ആയിരിക്കുന്നു. ഹോസ്പിറ്റലും YWCA കൂടെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നോർത്ത് ഉറങ്ങാത്ത ഒത്തിരി രാത്രി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ബിലീവ് ഇറ്റ് ഓർ നോട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ കുഡ് ഹിയർ ദ സ്റ്റിൽ സ്മോൾ വോയിസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ടെല്ലിംഗ് മീ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആ ഒരു ദിവസം മുതൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ റിയലി സ്റ്റാർട്ട് ടു എൻജോയ് ദിസ് ചാലഞ്ച് ആൻഡ് ഐ കൺസിഡർ ഇറ്റ് എ ഗ്രേറ്റ് പ്രിവിലേജ് ടു ബി യുവർ പ്രസിഡന്റ് വൺസ് മോർ. നമ്മളിപ്പം ലീഡർഷിപ്പ് എടുത്തതിന് ശേഷം ഏകദേശം 4 മാസം പിന്നിട്ടു. ഒരുപാട് ഫൺ പ്രോജക്ട്സ് നമുക്ക് ഈ 4 മാസം കൊണ്ട് ചെയ്യാൻ സാധിച്ചു. ഓണം വന്നു. ഞങ്ങൾ ചാർജ് എടുത്തതിന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പം ഓണം വന്നു. എങ്കിലും നല്ല രീതിയിലൊരു ഓണം, ഒരു വ്യത്യസ്തമായ ഒരുപാട് പരിപാടികളൊക്കെ ചേർത്ത് നല്ല ഒരു പെർസെൻറ്റേജ് ഓഫ് മെമ്പേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നല്ലൊരു ഓണം ഞങ്ങൾക്കന്ന് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഗാന്ധി ജയന്തി വന്നു. അതും വ്യത്യസ്തമായി ചെയ്യാൻ നമുക്ക് എല്ലാവരും കൂടെ കൂടി നമ്മൾ ഈ സറൗണ്ടിങ്സ് എല്ലാം ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അതും കൊണ്ടാടി.
കേരള പിറവി എന്നുള്ള ദിവസം നവംബർ 1 വന്നപ്പോൾ we did a very novel thing. We asked a few Zumba instructors to come here. എന്നിട്ട് ഞങ്ങളെല്ലാവരും നമുക്ക് 80 വയസ്സുള്ള മേരി ജോസഫ് ചേച്ചി പോലും ഞങ്ങളുടെ കൂടെ അന്ന് സുംബ ഡാൻസ് ചെയ്തു. ഇറ്റ് വാസ് എ വെരി എൻജോയബിൾ ആൻഡ് വെരി ഹാപ്പി ഡേ ഫോർ ഓൾ ഓഫ് us. ആൻഡ് ടു ടോപ്പ് ഇറ്റ് ഓൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഞങ്ങളുടെ ട്രിപ്പ് ടു വാഗമണ്ണാണ്. ഞങ്ങൾ 49 ആൾക്കാരെ ബസ്സിൽ കയറ്റി 80 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള മെമ്പേഴ്സ് എല്ലാം കൂടി വാഗമണ്ണി പോയി. എൻ്റെ മനസ്സിൽ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറും കൂടെ ആയതുകൊണ്ടായിരിക്കാം, പ്രായമുള്ളവരുണ്ട്, എന്തെങ്കിലും വന്നാൽ വൈദ്യസഹായം പോലും കിട്ടാത്ത ഒരു സ്ഥലമാണല്ലോ എന്ന് ഓർത്തു. എന്നിൽ ഞങ്ങളുടെ കൂടെ 3 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഗൈനക്കോളജിസ്റ്റൊക്കെയാണ്. എങ്കിലും അവർ പറഞ്ഞു നമുക്കാകാവുന്ന ചെയ്യാൻ കൊണ്ടുപോകാം എല്ലാവരും എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഇറ്റ് വാസ് സച്ച് എൻ എൻജോയബിൾ ഡേ. ഐ എം ഷുവർ ഓൾ ഓഫ് യു വിൽ നെവർ ബി able to forget that day for a very, very long time. Coming to more official matters, YWCA of India, National YWCA പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ സമയത്തിനുള്ളിൽ ചെയ്യാൻ സാധിച്ചു. ഒക്ടോബർ 11, that is the International Day of the Girl Child. അന്ന് തന്നെ നമുക്ക് സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് നെവർ മീ. ഇതിൻ്റെ ഉദ്ദേശം ഏകദേശം 100ഓളം പെൺകുട്ടികൾക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്ന് പറയാൻ നമ്മുടെ പാസ്റ്റ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ പ്രൊഫസർ മോനമ്മ കോക്കാട്ട് ഒരു നല്ലൊരു ക്ലാസ് ഈ 100 കുട്ടികൾക്ക് എടുക്കാൻ പറ്റി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നാഷണലിൻ്റെ ഡയറക്റ്റീവ് വന്നു, വി ഹാവ് ടു ഡു എ പ്രോജക്റ്റ് കോൾഡ് നോട്ട് ഓൺ അവർ സ്ക്രീൻസ് നോട്ട് ഇൻ അവർ സ്ട്രീറ്റ്സ്. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ മാറാടി ഗവൺമെൻറ് UP സ്കൂളിൽ പോയി സിവിൽ പോലീസ് ഓഫീസർ ബിബിൽ മോഹൻ ആ കുട്ടികൾക്ക് 75 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഓൺലൈൻ ഫ്രോഡ്, സൈബർ ക്രൈം, സൈബർ ഫ്രോഡ് ഇതൊക്കെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ ഡോക്ടർ മിസ്റ്റർ ബിബിൽ മോഹന് സാധിച്ചു. കഴിഞ്ഞ ആഴ്ച അടുത്ത YWCA ഡയറക്റ്റീവ് വന്നു, നിങ്ങൾ ഉടനെ തന്നെ വൈ ദീപ എന്നൊരു പ്രോജക്റ്റ് തുടങ്ങണം. വൈ ദീപ എന്ന് പറഞ്ഞാൽ YWCAയുടെ ഒരു യങ്ങർ വേർഷനാണ്. 8 മുതൽ 18 വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചേർത്ത് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറയുകയും ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്കത് സാധിച്ചു. ഞങ്ങൾ ഗവൺമെൻറ് മാറാടി UP സ്കൂളിൽ പോയി ഞങ്ങൾ 37 പിള്ളേരെ ഞങ്ങളുടെ വൈദീപയെ ചേർത്തു. ഞങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഇസ് ടു എംപവർ ചിൽഡ്രൻ ത്രൂ ദിസ് വൈദീപ പ്രോജക്റ്റ്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും പേരെടുത്ത് നിങ്ങളെ പ്രത്യേകിച്ച് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് യു നോ ടൈം വിൽ നോട്ട് പെർമിറ്റ് മീ ടു ഡു ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ consider my 2 secretaries, Mini and Philo Chichi. If I were a bird, I would think that these 2 are my wings, my right and my left wings. We 3 stand together. There is no division of labor for us. We only share our work. We do not say this is your work or this is my work. We do it all together. Thank you Mini and thank you Philo Chichi for always being there for me. We have a beautiful board this year. All the board members are really cooperative, but I have to really thank my Vice President Gigi. As you all know, she's one of my best friends. എനിക്ക് രാത്രിന്നോ പകലിന്നോ ഇല്ല, ജിജി എന്ത് കാര്യത്തിലും ഏത് സമയത്തും വിളിക്കും. എനിക്ക് ഷുവർ ജിജി എൻ്റെ കൂടെ വരുമെന്ന്. ജിജി, I especially remember you with great love. Our treasurer Sheila, she's such a humble and simple person, always with a smile on her face. ഞാനിങ്ങനെ ഓരോ പ്രോജക്ട്സ് ഒക്കെ പറയുമ്പോൾ ഞാൻ ഷീലയെ പൈസ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കുക്കു ഗോ ഹെഡ്, പൈസയൊക്കെ നമുക്കുണ്ടാവും, കുക്കുന് വേണ്ടതെല്ലാം ചെയ്തു എന്ന് എന്നും എനിക്ക് സപ്പോർട്ട് തരുന്ന ഷീലയെ ഈ സമയത്ത് എനിക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ അസിസ്റ്റൻറ്റ് ട്രഷറർ സ്വപ്ന, ഷീ ഈസ് എ പേഴ്സൺ, ഷീ സോ ഫുൾ ഓഫ് ഫൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വപ്ന ഉണ്ടെങ്കിൽ പിന്നെ അന്ന് ചിരിയും കളിയും ഉറപ്പായിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ട്രഷററിനെക്കാളും ഞങ്ങൾക്ക് ഏറ്റവും സ്വപ്നയുടെ ഇൻട്രസ്റ്റ് ഇസ് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി. ഈ 4 മാസത്തെ നിങ്ങളെല്ലാവരും കണ്ടു കാണും, പലതരത്തിലുള്ള വീഡിയോ നമ്മളെ കൊണ്ട് ഓടിച്ചും ചാടിച്ചും പാട്ടുപാടിയും മരുന്നിൻ്റെ ചുറ്റും ഓടിച്ചും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ആൻഡ് ഫോട്ടോഗ്രാഫർ സ്വപ്ന, വി വെൽക്കം യുവർ പ്രസൻസ് ഇൻ ടു ദിസ് YWCA. We have 2 youth members, Helen and Minu. They have really changed the perspective of our YWCA by their youth and the vigor and the vitality. They are so full of fun. They teach us all the new methods of social media. ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും അറിയത്തില്ല. ഉടനെ തന്നെ മിനു വന്നൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങി. ഇപ്പോൾ ഞങ്ങളെല്ലാം ഇൻസ്റ്റാ പേജിൽ YWCA പടത്തോട് ഇടലാണ്. അപ്പോൾ ഈ 2 മക്കളെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് എന്നും ഞങ്ങൾക്ക് സ്തുതി പറയാൻ മാത്രമേ ഉള്ളൂ. We have a very
സ്പെഷ്യൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ ദിസ് ഇയർ മേരി പി ജേക്കബ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ പ്രോഗ്രാം മാത്രമല്ല, ഓണം മുതൽ ഞങ്ങൾ ഇവിടെ ലീഡർഷിപ്പ് എടുത്തതിന് ശേഷം എല്ലാ പ്രോഗ്രാംസും മേരിയുടെ ഒരു ടച്ച് ഉണ്ട്. മേരി അതിന് വേണ്ടുന്ന ആൾക്കാരെ വിളിക്കും, അവർ കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങും. പല ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്, മേരി ഇവിടെ രാവിലെ വരും, ഒരു ഗ്രൂപ്പിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകും, വൈകുന്നേരം അടുത്ത ഗ്രൂപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ ഇത്രമാത്രം ഡിറ്റർമിനേഷനും പാഷനും ഒരു സീലുമുള്ള മേരിയെ ഐ റിയലി ഹാവ് ടു ഗിവ് മച്ച് വാല്യൂ ടു മേരി, മൈ ഡിയർ ഫ്രണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്കെപ്പോഴും തോന്നും, ദൈവം ചില സമയത്ത് മാലാഖമാരെ ചില സ്ഥലത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു മാലാഖ ഡിസെൻഡഡ് ഇൻ ടു മൂവാറ്റുപുഴ about 2 years back in the form of a gynecologist. She is none other than Dr. Tamanna Shenoy. She is a gynecologist of our hospital, but she is so versatile. She has changed our whole outlook on life itself. ഇന്ന് നിങ്ങൾ ഈ ഹാള് കാണുന്നത്, ഞാൻ തന്നെ ഈ ഹാളിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഹാള് തന്നെയാണോ എന്ന് സംശയിച്ചു. അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈ ഹാള് ഡെക്കറേറ്റ് ചെയ്യാൻ. അതുമാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് തമന്ന ഞങ്ങളുടെ ബ്യൂട്ടീഷ്യനായിരുന്നു, ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ തമന്നയോട് പറഞ്ഞാൽ മതി, യു കെൻ ബി ഷുവർ ദാറ്റ് ദ ഇവന്റ് വിൽ ബി ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി ടേക്കൺ കെയർ ഓഫ്. സച്ച് എ ലവ്ലി പേഴ്സൺ ഷീ ഈസ്. തമന്ന, ഐ താങ്ക് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫോർ ബീയിങ് ദേർ ഫോർ us. We have a food committee chairperson who specially asked me not to mention her at all, Minimol Raju. മിനിമോൾ ഫുഡ് കമ്മിറ്റി ചെയർമാൻ ആയതിനു ശേഷം ഞാൻ ഫുഡ് എന്നുള്ള വശത്തോട്ട് നോക്കിയിട്ടേയില്ല. 10 പേരുള്ള പ്രോഗ്രാം ആയിക്കോട്ടെ, 50 പേരുള്ള പ്രോഗ്രാം ആയിക്കോട്ടെ, മിനി ഈസ് ഓൾവേസ് ദേ. മിനി കാറും എടുത്ത് മൂവാറ്റുപുഴയിലെ സകല ഹോട്ടലുകളിലും ചെല്ലും. ഏറ്റവും ഇക്കണോമിക്കലായിട്ട്, എന്നാൽ ഏറ്റവും സേഫ്, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മിനിയുടെ കയ്യിൽ കൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മിനി, ഐ എം വെരി ലക്കി ആൻഡ് ഫോർച്ചുനേറ്റ് ടു ഹാവ് യു ആസ് മൈ ഫുഡ് കമ്മിറ്റി ചെയർപേഴ്സൺ. I thank all members of the YWCA, and now is the time when I think about 1998, when I was president. I had young children and aged parents at my home. Now our parents have gone to be in heaven with our Lord, and our children have left our nest. But there is one person who waits for me day in and day out. He encourages me, he chides me at times. He gives me necessary information, and he keeps me abreast of all the recent developments, and he makes sure that I am doing all my duties as my president, and none other than Binoy, my husband. I think I must open my heart to you and say how much I value your love to me. I have reserved a section for the last, but it is not at all the least. It is very, very close to my heart. It's none other than the YWCA choir and our beloved Prince Sachin. 1998 ഞങ്ങൾ 8 പേര് കൂടി ഒരു ചെറിയ കൊയർ തുടങ്ങി. അപ്പം അച്ഛൻ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നു. അത് 25 കൊല്ലത്തേക്ക് അച്ഛൻ നമ്മുടെ ജീവിതം വിട്ടിട്ടില്ല. എല്ലാ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആവാം അച്ഛൻ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിനോ ചേച്ചി പറഞ്ഞ പോലെ അച്ഛന് ഒരു വലിയ ബിസി ഇടവകയുടെ വികാറാണ്. സ്കൂളിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒരു മ്യൂസിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അച്ഛനെയാണ് വിളിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാലും YWCA വിളിക്കുമ്പം അച്ഛൻ ഒരിക്കൽ പോലും റെഫ്യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് എല്ലാ ആഴ്ചയിലും 2 or 3 പ്രാവശ്യം അച്ഛൻ വരും. അച്ഛൻ തന്നെ കയ്യിൽ കൊണ്ട് പേപ്പറിൽ എഴുതി ഞങ്ങൾക്ക് എല്ലാവർക്കും കോപ്പി തന്ന് ഞങ്ങളെ പഠിപ്പിച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ആരും പാട്ടുകാരല്ല, പക്ഷേ അച്ഛൻ ഹാസ് മോൾഡഡ് us, he has mentored us, and he has made us into one of the best choir groups of മൂവാറ്റുപുഴ. അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും YWCAയ്ക്കും മതിയാവില്ല, YWCA choirനും മതിയാവില്ല. ഞങ്ങളെ കോവിഡ് വൈറസിന് പോലും ഞങ്ങളുടെ കൊയറിനെ തോപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. അന്ന് അച്ഛൻ ഞങ്ങൾക്ക് പാട്ട് ഫോണിൽ അയച്ചു തന്നു. ഞങ്ങൾ വീഡിയോ എടുത്ത് അച്ഛന് തിരിച്ചയച്ചു. അച്ഛൻ അതെല്ലാം കൂടെ ചെയ്ത് സൂമിൽ ഒരു ഉഗ്രൻ കൊയർ ഞങ്ങൾക്ക് അന്നും ചെയ്യാൻ പറ്റി. അച്ഛൻ കൊയർ മാത്രമല്ല, ഇവിടെ എന്ത് പരിപാടി നടന്നാലും എനിക്ക് തോന്നുന്നു ഒരു 25 വർഷത്തേക്ക് ഇവിടെ ജീസസിൻ്റെ വോയിസ് അച്ഛൻ്റെയാണ്. ഏത് പ്ലേ ഉണ്ട്, ഏത് സ്കിറ്റ് ഉണ്ട്, അച്ഛനോട് എല്ലാവരും ചോദിക്കും. അവസാന നിമിഷം ഞാൻ പറയാം, അച്ഛനെ വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാലും അത് ലാസ്റ്റ് മിനിറ്റ് ഓരോരുത്തരും പറഞ്ഞാൽ അച്ഛൻ ആ സ്കിറ്റിന് ഈ സ്കിറ്റിന്. എന്നാലും അച്ഛൻ്റെ മുഖത്ത് ഇതുവരെയും ആ പ്രസന്നത വിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ആൻഡ് ഈ കഴിഞ്ഞ 2 വർഷം വി ഹാവ് ബീൻ ഏബിൾ ടു മേക്ക് എ യൂട്യൂബ് ഓഫ് അവർ സോങ്സ്. ഈ പ്രാവശ്യത്തെ സോങ്സ് അച്ഛൻ തന്നെ എഴുതി, ലിറിക്സ്, പാട്ട്, മ്യൂസിക്, ഓർക്കസ്ട്രേഷൻ എല്ലാം അച്ഛൻ്റെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അച്ഛൻ്റെ മ്യൂസിക്കേ ഉള്ള, ലിറിക്സ് ബൈ അവർ ബിലവഡ് ജിജിയമ്മായി.
അപ്പോൾ ഈ പ്രാവശ്യത്തെ യൂട്യൂബിന് വേണ്ടി എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഓരോരുത്തരെയും അച്ഛൻ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് എത്ര സമയം അച്ഛന് വേണ്ടി അതിനുവേണ്ടി മെനക്കെട്ടെന്ന് ഞങ്ങൾക്ക് കൊയർ മെമ്പേഴ്സിന് അറിയാം. അത് കഴിഞ്ഞ് വീഡിയോഗ്രാഫി, ഇതിനൊന്നും ഞങ്ങൾ ഒരു പൈസ പോലും ചിലവാക്കിയിട്ടില്ല. അച്ഛനാണ് വീഡിയോഗ്രാഫർ, അച്ഛനാണ് ഓഡിയോഗ്രാഫർ. അച്ഛൻ ഹാസ് കോൺട്രിബ്യൂട്ടഡ് സോ മച്ച് ടു അസ് that this year's YouTube we are almost reaching a 4,000 viewership. We are so proud of you, Acha, and we thank you so much from the bottom of my heart for not only the YWC but the YWC also greatly owes whatever it is today to you, Acha. Now I am winding up. 4 months of our time is over. We have miles to go, as the poet Robert Frost says. But I know that you are all with us. There's no problem that can surmount the love that we have. The aim for us is the same, to make the banner of the YWCA fly high among the stars. Then what can trouble us? Nothing can trouble us. I believe that all of us together, joining hands, we can do many, many more things to make this dream of ours true. Thank you. Thank you. Now let me welcome our training our choir team for recording songs and dialogues and training our members for various artistic entertainments. Thank you, Father. Thank you, ma'am. Mala
signify the inspiration and guidance you bring to our community. Thank you, Father. May I kindly invite Father Prince John Kalapurikal to approach the candle to light the second one. May this flame symbolize the warmth of friendship and unwavering support. Thank you, Father. May I kindly invite our President, Dr. Kuku Mathai, to light the third one. May this flame symbolize the warmth of collaboration and the leadership vision. Thank you, ma'am. May I kindly invite our Honorary Secretary to light the fourth one. May this flame symbolize the shared love and hope of Christmas. Thank you, ma'am. May I kindly invite our Recording Secretary to light the fifth one. May this flame symbolize the shared happiness and merriment of this season. Thank you all. I request all the distinguished dignitaries and all members of the gathering to please grace you. Who has graciously agreed to share a special Christmas message with us today. Father holds a position of great influence and wisdom, and we are truly privileged to have someone of such nature to impart words of inspiration and joy on this festival. Christmas bells. Apt caption of this Christmas celebration. ഈ പ്രോഗ്രാമിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അധ്യക്ഷതപദം അലങ്കരിക്കുന്ന ഡോക്ടർ കുക്കു മത്തായി, ഈ വേദിയിൽ നമ്മളോടൊപ്പം പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നയിച്ച ബഹുമാനപ്പെട്ട പ്രിൻസച്ച, YWCA ജനറൽ സെക്രട്ടറി ഫിലോമിന ബേബി ടീച്ചർ, സെക്രട്ടറി മിനി സെബാസ്റ്റ്യൻ ടീച്ചർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ YWCA അംഗങ്ങളെ, സ്നേഹമുള്ള YMCA മെമ്പേഴ്സ്, റോട്ടറി ക്ലബ് മെമ്പേഴ്സ്, ഇന്ന് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർ കുക്കുവിൻ്റെ അധ്യക്ഷ പ്രസംഗം വളരെ വികാരഭരിതമായിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, 25 വർഷം മുമ്പ് ഡോക്ടർ ഇവിടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് ഡോക്ടറിൻ്റെ യുവത്വം എപ്രകാരമായിരുന്നു എന്ന്. കാരണം ഇപ്പോൾ യുവത്വം തന്നെയാണ്. ആ യുവത്വത്തിന്റെ പിന്നിലെ പ്രേരക ശക്തി ഡോക്ടർ ബിനോയ് മത്തായി ആണ് പറയുന്നത്. ഇത് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് എന്ന് വെച്ചാൽ അകലങ്ങളിൽ വിരാജിക്കുന്ന ഒരു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിന്റെ അനുഭവം മാത്രമല്ല, സ്നേഹം ഒരു വെളിപ്പാട് അകലെ ഉണ്ട് എന്നതിൻ്റെ കരുതലാണ്. സ്നേഹം അത് ചുറ്റുപാടുമുണ്ട് എന്നതിൻ്റെ അനുഭവമാണ്. Be a love bomb. Let it be exploded, not to kill, but to heal the broken hearts. ഈ ക്രിസ്മസിൻ്റെ അനുഭവം അത് തന്നെയാണ്. ഇവിടെ ഈ കപ്പിത്താൻ, YWCA നയിക്കുന്ന കപ്പിത്താൻ ഡോക്ടർ ബിനോയ് കുക്കു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്നുള്ളത് ഇവിടെ പങ്കുവച്ച അനുഭവം തന്നെയാണ്. സ്നേഹത്തിൻ്റെ അനുഭവം പരാതികളില്ല, പരിഭവങ്ങളില്ല എന്നുള്ളതാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരനുഭവമാണ് സ്നേഹത്തിൻ്റെ അവതാരം എന്നുള്ളതാണ്. ആ അവതാരത്തെയാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുക. ഇവിടെ ഇരിക്കുന്ന യങ്ങർ ജനറേഷൻ അറിയില്ലായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ണീശോ പൂക്കള്? കേട്ടിട്ടുണ്ടോ? ഉണ്ണീശോ പൂക്കളെ കേട്ടിട്ടില്ലേ? ഇല്ല. ഇവിടെ ആരും കേട്ടിട്ടില്ല ഉണ്ണീശോ പൂക്കള്? അച്ഛൻ കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടാകും. മധ്യ കേരളത്തില് മലമടക്കുകളില് വിരിയുന്ന പൂക്കളാണ് ഉണ്ണീശോ പൂക്കൾ. നവംബർ ഡിസംബർ മാസങ്ങളിൽ കേട്ടിട്ടുണ്ടാകും. ആ ഉണ്ണീശോ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ണീശോ പൂക്കൾ വിരിയുന്നത് മറ്റേതെങ്കിലും മരത്തിലൊക്കെയാണ്. ഒരു ഓർക്കിഡ് ടൈപ്പ് പൂവാണ്, ഓർക്കിഡ് ടൈപ്പാണ്. ഇന്ന് ആ മരച്ചില്ലകളിൽ, വേറെ ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലകളിൽ ആ ഉണ്ണീശോ പൂക്കള്
വിരിയുന്നു. അത് ഉണക്കമരമായിരിക്കാം. ഉണക്കമരച്ചില്ലകളിലാണ് ഉണ്ണീശോ പൂക്കൾ വിരിയുന്നത്. എന്നിട്ടോ ഈ ഉണ്ണീശോ പൂക്കളുടെ ഇലയും അതിൻ്റെ തണ്ടുമൊക്കെ ജലം അംഗീകരണം ചെയ്യുന്നുണ്ട്. പച്ചപ്പ് അതിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? വളർന്നു വരുന്ന മരം താൻ ഏത് മരത്തിലാണോ അത് വളരുന്നത്, ആ മരം ഉണങ്ങി ദ്രവിച്ചാലും ഈ ഉണ്ണീശോ പൂക്കളുടെ ആ തണ്ടിന് ഉണക്കവയ്ക്കില്ല. അതെപ്പോഴും പച്ചകെടാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്നുള്ളത് മനുഷ്യന്റെ ഭൗതികമായ സകല സുരക്ഷിതത്വങ്ങളും സമ്പാദ്യങ്ങളും സൗഹൃദങ്ങളും അസ്തമിച്ചാലും ഏത് ഉഷ്ണഭൂമിയിൽ വേരുപാകി സുടുലമാക്കി അത് അടരാതെ നിന്നാലും അങ്ങനെ നിൽക്കുന്ന ഒരനുഭവം. പരിസരങ്ങളൊക്കെ ഉണങ്ങി ദ്രവിച്ചാലും ചുറ്റുപാടുമുള്ള അനുഭവങ്ങൾ ദ്രവിച്ചു പോയാലും പച്ചകെടാതെ നിൽക്കുന്ന അനുഭവമാണ്. ഉണ്ണീശോ പൂവാണ് ജീസസ്. മനുഷ്യന്റെ പ്രതീക്ഷ കൈവിടുന്നിടത്തല്ലേ ദൈവം പ്രവർത്തനം തുടങ്ങുക. ഫോർ എക്സാമ്പിൾ ഡോക്ടർ കുക്കു ഒരു രാത്രി മുഴുവനും അസ്വസ്ഥചിത്തയായിരുന്നു. പ്രതീക്ഷകളൊക്കെ പോയി, എല്ലാം ടെൻഷനായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ കേട്ടു, ഭയപ്പെടേണ്ട, അല്ലെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് ഇമ്മാനുവേൽ അനുഭവമാണ്. ദൈവം നമ്മോട് കൂടെ. മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവം പിറവി കൊള്ളുക. മനുഷ്യന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവം പ്രതീക്ഷയുടെ തുരുത്തായിട്ട് നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖലീൽ ജിബ്രാൻ എന്നൊരു പലസ്തീനിയൻ മിസ്റ്റിക് കവിയെ നിങ്ങൾ കേട്ടിരിക്കാം ഒരുപക്ഷെ വായനകളിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ വായനകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച ധ്യാനിച്ച ഒരു കവിയാണ് ഖലീൽ ജിബ്രാൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: മലമുകളിൽ ഒരു സന്യാസിയുണ്ട്, എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധൻ എന്നാ വിളിക്കുക. എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വിളിക്കത്തില്ല. എപ്പോൾ അദ്ദേഹം മലമുകളിൽ ഇറങ്ങി വന്ന് എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് നൃത്തം ചവിട്ടുന്നുവോ, എപ്പോൾ അദ്ദേഹം മലമുകളിൽ ഇറങ്ങി വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിനൊരു ചാവുപാട്ട് പാടുന്നുവോ, അപ്പോളാ അദ്ദേഹം വിശുദ്ധനാവുക. എന്ന് വെച്ചാൽ അകലങ്ങളിൽ വിരാജിക്കുന്ന വ്യത്യസ്തമായ ഒരു അനുഭവത്തിൻ്റെ ഉടമയല്ല വിശുദ്ധൻ അല്ലെങ്കിൽ ദൈവം. എന്നെല്ലാം ആ ഗിരിശൃംഖങ്ങളിൽ ഇറങ്ങി വന്ന് മനുഷ്യന്റെ വേദനകളിൽ അവനോട് താകുന്നു, മനുഷ്യന്റെ സന്തോഷങ്ങളിൽ അവനോട് താകുന്നു. അതാണ് ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ എന്ന്. കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് എപ്പോഴാണ്? നമ്മുടെ വേദനകളിലും സന്തോഷങ്ങളിലും ആരെല്ലാം നമ്മളോടൊപ്പം ആകുന്നുവോ അവരൊക്കെ ഈ ഉണ്ണീശോയുടെ മുഖവുമായിട്ടാണ് പിറവികൊള്ളുക. ഫിലോസഫി ഞങ്ങൾ 3 വർഷം പഠിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ഫിലോസഫി, യൂറോപ്യൻ ഫിലോസഫി. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫിലോസഫറാണ് എമ്മാനുവൽ ലെവിനാസ് എന്നൊരു ഫിലോസഫർ. അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ തിങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്ത ഒരു പദമുണ്ട്: I exist because of the other. I exist because of the other. ഞാൻ നിലനിൽക്കുക, എൻ്റെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം ഞാനല്ല, അത് you. It is you, the other. The other-centered concept. മറ്റുള്ളവന്റെ ആ സഹവർത്തിത്വവും മറ്റുള്ളവന്റെ സഹവാസവുമാണ് എൻ്റെ ജീവിതത്തിൽ അസ്തിത്വം പകരുന്നത്. അത് തന്നെയല്ലേ to exist is to means to coexist. What is the meaning of to exist? To exist means to coexist. നിലനിൽക്കുക എന്നതിന്റെ അർത്ഥം സഹവർത്തിത്വമാണ്. ക്രിസ്മസ് നമുക്ക് നൽകുന്നതും അത് തന്നെയാണ്. കൂടെ ആകുന്ന ഒരു സൗന്ദര്യം. കൂടപ്പിറപ്പുകളെല്ലാം നഷ്ടപ്പെട്ടാലും രക്തബന്ധുക്കളെല്ലാം ഇല്ലാതായാലും ആരൊക്കെയാണ് എൻ്റെ സവിധത്തിൽ, എൻ്റെ ചാരത്തുള്ളത്? അത് ആ മുഖമാണ് ജീസസ്.
ഈ ഒരു അനുഭവമാണല്ലോ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന അനുഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2023 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എത്രയോ പിറവികൾക്ക് കാലം കാതോർത്തിട്ടുണ്ട്, എത്രയോ പിറവികൾക്ക് കാലം സാക്ഷിയായിട്ടുണ്ട്, എത്രയോ കോടി ജന്മങ്ങൾ ഈ ഭൂമിയിൽ പിറവി കൊണ്ടിട്ടുണ്ട്. ഒത്തിരി പിറവികൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും കാലം ഓർത്തത് വളരെ ചുരുക്കം ചില പിറവികൾ മാത്രമേ ഉള്ളൂ. ഓർമ്മിക്കാൻ എന്നും ഒന്നും അവശേഷിപ്പിക്കാതെ കടന്നുപോയ ഒരുപാട് പേരുണ്ട്, അല്ലേ? കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിൽ പിറവി കൊണ്ട് കടന്നുപോയി. പക്ഷെ എത്ര പേരെയാ ഓർമ്മിക്കുക? 1 കോടി ജന്മങ്ങൾ ഈ ഭൂമിയിൽ കടന്നുപോയിട്ടുണ്ട്, പോയി മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ജന്മങ്ങൾ മാത്രം മണ്ണിലല്ല മനസ്സിലാണ് പിറവി കൊടുക്കുന്നത്. മണ്ണിലല്ല മനസ്സിലാണ് പിറവി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പിറവി ഓരോ മനുഷ്യനും ആഘോഷമാക്കി മാറ്റുന്നത്? അത് ക്രൈസ്റ്റിനെ അടുത്തറിയുന്ന ഓരോരുത്തരും തങ്ങളുടെ അസ്തിത്വത്തിന് അർത്ഥം പകരുന്ന വ്യക്തിയായി ഈ ക്രൈസ്റ്റിനെ മാറ്റുമ്പോഴാണ്. കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവായിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂത്ത് മീറ്റിംഗ് വിളിച്ചുകൂട്ടി, യുവജനങ്ങളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ യുവജനങ്ങൾക്കായിട്ട് കൊടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? ഒരുപാട് സയന്റിസ്റ്റുകൾ യങ്സ്റ്റേഴ്സ് യൂത്തിലുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട പെൺകുട്ടി, അവൾ എഴുതി, ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് ഈസ് ടു ലവ്, learn and possess God eternally. The purpose of my life is to love, learn and possess God eternally. That was the worth answer. അത് തന്നെയല്ലേ നമുക്കും വേണ്ടത്? ജീവിതത്തിന് അർത്ഥം എപ്പോഴും ഉണ്ടാകുക, ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാ. ഈ അർത്ഥം പറഞ്ഞു തരുന്നത് ആരാ? ജീസസാണ്. കാരണം ഈ ഭൂമിയിൽ പിറവി കൊണ്ടത് എന്തിനു വേണ്ടിയാ? സ്വന്തം ജീവിതത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാ. അതുകൊണ്ട് കോൺസെപ്റ്റ് അത് നമ്മൾ ചിന്തിക്കണം. I exist because of the other. ക്രിസ്മസ് നമുക്ക് നൽകുന്നത് അതാ. ഞാൻ എന്തിനായി ഭൂമിയിൽ പിറവി കൊണ്ടത്? എന്തിനാ ജീവിക്കുന്നത്? That's not for me, that's for the other. That's Christmas. അതല്ലേ സന്തോഷം, സംചാരമാകും. എല്ലാവരും ഈ ഭൂമിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് എനിക്ക് ജീവിതത്തിന് അർത്ഥം നൽകിയത് ജീസസാണ്. ആ ജീസസാണ് ഇന്ന് നമുക്ക് അർത്ഥം നൽകുന്നത്. ജീവിക്കാനൊരു അർത്ഥം നൽകുന്നത് ആ ജീസസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അർത്ഥമുള്ള ജീവിതത്തിനുടമയാകണമെങ്കിൽ അർത്ഥമുള്ളവന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുക. യഥാർത്ഥത്തിൽ ക്രിസ്മസ് നൽകുന്ന സന്ദേശം അതാണ്. അർത്ഥമുള്ള ജീവിതത്തിനുടമയാവുക. ഈ 2023 ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിനും അർത്ഥം പകരട്ടെ. അനേകായിരങ്ങളിലേക്ക് സ്നേഹത്തിന്റെ സാന്ത്വനങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്രിസ്മസിനെ എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Father Prince has graciously agreed to share his insights and words of encouragement with us today. As he shared our happiness of 25th year of Christmas celebrations, I request him to share our happiness and thoughts with us. Father, please. അധ്യക്ഷ പദവിന് അലങ്കരിക്കുന്ന ഡോക്ടർ ഹുക്കുമത്തായി ഏറ്റവും മനോഹരമായ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച എത്രയും നന്ദിനായ ആന്റണി പുത്തൻകുളമച്ചൻ, മറ്റ് ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായി വേദിയിലായിരിക്കുന്ന ഫിലോമിനമ്മ, മിനിമ, വേദി ഈ ഹാളിലായിരിക്കുന്ന YWCA അംഗങ്ങളെ, മറ്റ് സഹോദരി സഹോദരങ്ങൾ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല.
പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു നല്ല വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ പ്രസ്ഥാനമാണ്. കാരണം ഞാൻ മ്യൂസിക്കിൻ്റെ രംഗത്തുണ്ടെങ്കിൽ പോലും മീഡിയയിൽ ഒന്നും ആക്റ്റീവായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് നമ്മൾ ആരോമലൈ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് രൂപം കൊടുക്കുവാൻ. അത് എനിക്ക് തോന്നുന്നത് ദൈവം ഓരോ മൊമെൻറ്റും ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. നമ്മളൊന്നും പ്ലാൻ ചെയ്ത് തുടങ്ങിയ കാര്യമല്ല. അത് ഏതാണ്ട് ഒരു 2.5K വ്യൂവേഴ്സിൽ ഇപ്പോഴും നിൽക്കുകയാണെങ്കിൽ ഈ കൊല്ലം നമ്മൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ ചെയ്ത ഗാനം ഇപ്പോൾ 4K. ഇന്ന് ജസ്റ്റ് വൈകിട്ട് ഞാൻ നോക്കി, ഒരു 20-25 പേരോട് കണ്ട 4K വ്യൂവേഴ്സ് ആവുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അതിനെയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയും പേർക്കത് പ്രയോജനകരമായിട്ട് തീരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പറയുവാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഈ പ്രസ്ഥാനം എനിക്ക് നൽകുന്ന അംഗീകാരം, ഒരു കൊയറ് പഠിപ്പിക്കാൻ വന്ന ഒരാളെ വേദിയിൽ കയറ്റി ഇരുത്തുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നൽകുന്ന സ്നേഹത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് തന്നെ, മറ്റൊന്നും പറയാനില്ല. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്ത് നമ്മൾ എല്ലാ വർഷവും പുതിയ പാട്ടുകൾ കണ്ടെത്താറുണ്ട്. അങ്ങനെ കണ്ടെത്താൻ നല്ല പാട്ടുകൾ, നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ കിട്ടാതെ വരുമ്പോഴാണ് അത് നമ്മൾ സ്വയമായിട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെയുള്ള നമ്മൾ ഒഴിഞ്ഞെടുക്കുന്ന കഴിവുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പ്രസ്ഥാനം എത്രമാത്രം എന്നെ സഹായിച്ചു എന്നുള്ളത്. എനിക്കുള്ള പ്രത്യേകിച്ച് ഗായക സംഘത്തിൽ വരുന്നവരുമായിട്ടാണ് കൂടുതൽ നമുക്ക് ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് എല്ലാവരെയും ഈ കൊല്ലം കൂടുതൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രസിഡൻറ്റിൻ്റെ കീഴിൽ കുറേ പ്രോഗ്രാംസിൽ എനിക്ക് ഇൻവോൾവ്മെൻറ്റ് കിട്ടി. കുറേ സ്കിറ്റുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ കൂടുതൽ ആളുകളെ അടുത്ത് പരിചയപ്പെടാനും അവരോടൊത്ത് വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചു. എന്തിനും പോകുന്ന കഴിവുള്ള ആളുകൾ ഇതിൻ്റെ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. എന്തിനും, സ്കിറ്റായിക്കൊള്ളട്ടെ, കോമഡി ആയിക്കൊള്ളട്ടെ, സംഗീതമായിക്കൊള്ളട്ടെ ഒക്കെ. ഞങ്ങൾ കൺസേൺ എന്ന് പറഞ്ഞത്, കൊയറിൽ ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങൾ 25 കൊല്ലമായിട്ട് ഒരുമിച്ച് ടീമായിട്ട് നിൽക്കുന്നവരാണ്. ഒരു യങ് ജനറേഷൻ കൂടെ അതിൽ ഒന്ന് വന്നു കിട്ടിയാൽ അവരെ എനിക്ക് പഠിപ്പിക്കാമല്ലോ, അല്ലെങ്കിൽ അവരുടെ കൊയർ മാസ്റ്ററായിട്ട് എനിക്കിവിടെ ആയിരിക്കാം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണ്. അപ്പോൾ അതുകൂടി വരണം. വളരെ മനോഹരമായിട്ട് ഇവിടെ ഇപ്പോൾ ഗാനം ആലപിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഉള്ള കുഞ്ഞുങ്ങളെ കൂടെ അതിലേക്ക് കൊണ്ടുവന്ന് ഇത് നമ്മുടെ നന്മയ്ക്കും ദൈവ നാമം മഹത്വപ്പെടുവാനും ഒക്കെയുള്ള മുഖാന്തരങ്ങളായിട്ട് ഈ ഒരു സ്ഥാപനം ആയിത്തീരണം. ഒത്തിരി ആക്ടിവിറ്റീസ് ഈ ഒരു വർഷം തന്നെ നടന്നു. ഏകദേശം 2 മാസം മുമ്പ് തന്നെ പലരുമായിട്ട് ബന്ധപ്പെടാനും അറിയാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഇനിയും അത് കൂടുതൽ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ, ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകട്ടെ. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാനും അത് സമൂഹത്തിന് ഏറ്റവും പ്രയോജനമുള്ളതായിട്ട് തീരുവാനും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം കയ്യിൽ ഉപകരണങ്ങളായി എടുത്ത് ഉപയോഗിക്കട്ടെ. അതിന് പറ്റിയ ഒരു ടീം ഇവിടെ ഇപ്പോൾ ഈ വർഷം ഞാൻ നേരിട്ട് കാണുകയുണ്ടായ ഒരു ടീം നിങ്ങളെ നയിക്കാനായിട്ടുണ്ട്. അവരുടെ കീഴിൽ ഒത്തൊരുമയോടെ നിൽക്കുന്ന കുറേ അംഗങ്ങളെയും ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്നുള്ള എൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Father Prince John, Secretary Philomena Baby, and all my dear YWCA friends
and family friends, family members. Christmas is a spirit of giving without a thought of getting. മനോഹരമായ ഈ ആഘോഷ രാവിലെ അതിമനോഹരമായി അലങ്കരിച്ച ഈ ഹോളിൽ വെച്ച് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ആ ഔപചാരിക ഉദ്ഘാടനത്തിൻ്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ്, ഒരു നന്ദി പ്രകടനം മാത്രമാണിത്. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കലാവിരുന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു നന്ദി പ്രകടനം ആവശ്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ പരിപാടികളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് തന്നെയാണ്. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരുമയോടെ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുക്കുവിനുള്ള കഴിവ് നമ്മൾ കണ്ടതാണ്. പിന്നെ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മാത്രമല്ല ഉറക്കമില്ലാത്തത്. ഈ YWCAയിൽ ഓരോ പരിപാടി നടക്കുമ്പോഴും നിദ്രാവിഹീനമായ രാവുകളാണെന്ന് നമുക്ക് പലർക്കും അറിയാം. കാരണം വെളുപ്പിനെ 3 മണിക്കും രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ ഓരോരോ മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ അതായത് ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ച് അത്ര നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാതെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വർണ്ണാഭമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ഇത്ര ആളുകളെ വിളിച്ചു കൂട്ടി ഈ ഹോളെല്ലാം നിറച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻ്റാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റിന് എല്ലാ YWCA മെമ്പേഴ്സിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് റവറൻഡ് ഫാദർ ആൻ്റണി പുത്തങ്കളാച്ചനെ നമുക്കെല്ലാവർക്കും അറിയാം. ഫിലോമിന ടീച്ചർ പറഞ്ഞതുപോലെ മൂവാറ്റുപുഴയിലെ സാംസ്കാരിക മേഖലയിൽ അച്ഛൻ്റെ കയ്യൊപ്പ് ചാർത്താത്ത പ്രവർത്തനങ്ങളില്ല. സേവന മേഖലയിലും കലാമേഖലയിലും ഒക്കെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. നല്ലൊരു വൈദികനാണ്. റോട്ടറി അതുപോലെ YMCA തുടങ്ങിയ സർവീസ് ഓറിയൻറ്റഡ് ഓർഗനൈസേഷനിലെല്ലാം സജീവ പ്രവർത്തകനാണ്. സേവന തൽപരനും എല്ലാമാണ്. ഇന്നിപ്പോൾ നമുക്ക് നല്ലൊരു മെസ്സേജാണ് തന്നത്. കഥയിലൂടെയും കാര്യത്തിലൂടെയും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിന് നല്ലൊരു മെസ്സേജായിട്ടാണ് തന്നത് ക്രിസ്മസിൻ്റെ എല്ലാ ചരിത്രത്തിലും. അപ്പോൾ അങ്ങനെ ഇന്നിവിടെ വന്നതിനും നല്ല വാക്കുകൾ പറഞ്ഞതിനും നല്ലൊരു മെസ്സേജ് തന്നതിനും നമ്മുടെ എല്ലാവരുടെയും പേരിൽ അച്ഛന് ഞാൻ നന്ദി പറയുകയാണ്. ഇനി നമ്മുടെ ഫാദർ പ്രിൻസ് ജോൺ അച്ഛന് ഒന്നോ രണ്ടോ സെൻറ്റൻസിലൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. കാരണം നമുക്കറിയാം 25 വർഷം എന്ന് പറയുന്ന വലിയൊരു കാലയളവാണ്. അപ്പോൾ അച്ഛനും അന്ന് ചെറുപ്പമായിരുന്നു. ഇന്നും അച്ഛനും വളരെ മച്ചുറായിട്ടുണ്ടാവും. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമൊന്നും എന്നെപ്പോലുള്ളവർക്കൊന്നും അറിയില്ല. എങ്കിലും 25 വർഷം നമ്മുടെ YWCAയുടെ ഒപ്പം YWCA കൊയറിൻ്റെ ഒപ്പം നടക്കുകയും യൂട്യൂബിൽ വരെ നിങ്ങളുടെ YWCA മാറ്റുള്ള YWCAയുടെ കൊയർ അപ്ലോഡ് ചെയ്ത് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ട്. നല്ലൊരു അച്ഛൻ്റെ ഒരു ചാനലും ഉണ്ട്, നല്ല ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ ഉള്ള ഒരു ചാനലും ഉണ്ട്. അപ്പോൾ ഏതായാലും അച്ഛൻ നമ്മുടെ മാറ്റുള്ള YWCAയ്ക്ക് നൽകിയ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ അച്ഛനെ നന്ദി പറയുന്നു. നമ്മുടെ ഫിലോമിന ടീച്ചർ പ്രസിഡൻറ്റിൻ്റെ വലം കൈയായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നല്ല നിർദ്ദേശങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ YWCA നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫിലോമിന ടീച്ചർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനി നമ്മുടെ ഇൻവെക്കേഷൻസിലൂടെ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിച്ച സ്മിത സജീവ്, ഷീല ഐസക്, അതോടൊപ്പം നമ്മുടെ ജൂനിയർ കൊയർ, നല്ല മനോഹരമായ പാട്ട് പാടിയ ജൂനിയർ കൊയർ, അതോടൊപ്പം നല്ല ഗ്രഹാതുരത്വം ഉണർത്തുന്ന നല്ലൊരു മനോഹരമായ പാട്ട് പാടിയ നമ്മുടെ മിടുക്കിക്കുട്ടി ഐറിൻ, അവർക്കും ഉള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ ഭൂമിയിൽ പാകി മാനവ ഹൃദയങ്ങളിൽ സന്തോഷം നിറയ്ക്കാൻ ഈ ക്രിസ്മസ് കാലം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, ma'am, for your words of gratitude. Now we are steering away from formality and embracing the spirit of casual joy. What are the other names of Santa Claus? People traditionally put
put on top of a Christmas tree. Want to grab all the prizes? Come on, the adults here. Show spirit. പ്രോഗ്രാം ഞാൻ ഇരുന്ന് കാണുന്നത്. പിന്നെ ഈ മുമ്പത്തെ പ്രോഗ്രാം എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടി ഇന്നത്തെ പ്രോഗ്രാം അതിഗംഭീരമായിരുന്നു. കാരണം ഓരോ പ്രോഗ്രാമുകളും എസ്പെഷ്യലി നമ്മൾ മാസ്റ്റർ സെറമണീസ് 2 പെൺകുട്ടികളും അതിഗംഭീരമായിട്ട് 50K വ്യൂസ് ഉള്ള കുട്ടികളായി അവർ മാറി. ഓവറോൾ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. എല്ലാ പ്രോഗ്രാം പ്രത്യേക അച്ഛന് സ്പെഷ്യൽ അപ്രീസിയേഷൻ. കാരണം 25 വർഷമായിട്ടും ഈ തുടർന്ന് ഇന്നും ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അച്ഛൻ നിങ്ങളെയും നിങ്ങൾ അച്ഛനെയും സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമാണത്. ആ ഒരു സ്നേഹം നമ്മൾ എല്ലാവരും ഉണ്ടാവണം. ഈ സ്നേഹം മുന്നോട്ട് നിലനിർത്തി പോകണം. അപ്പോൾ നമ്മുടെ YMCAയുടെ ഫാമിലി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എത്താൻ ശ്രമിക്കണം. 13-ാം തീയതിയാണ്, ജനുവരി 13-ാം തീയതി, സെക്കൻഡ് സാറ്റർഡേ ഈവനിങ് ആണ്. ഒരിക്കൽ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച, അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയെക്കുറിച്ച് കൂടി 2 വാക്കുകൾ പറഞ്ഞുവല്ലോ. ഞാൻ ആക്ച്വലി ഇന്നായിരുന്നു ബാംഗ്ലൂരിന് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ ചേച്ചിയും സ്വപ്നയും പറഞ്ഞു ഇന്ന് എന്താണെങ്കിലും എത്തണം, നേരത്തെ എത്തണം. അതുപോലെ അച്ഛൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മൾ അതിജീവന യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പ്രോഗ്രാമും എന്നെ സംബന്ധിച്ച് ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം പ്രീപോൺ ചെയ്ത് ഞാൻ വന്നത്. എന്തായാലും വന്നത് നഷ്ടമായില്ല, എല്ലാം കാണാനും ആസ്വദിക്കാനും സാധിച്ചു. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി എക്സ്മസ്. താങ്ക് യു. പല സ്റ്റേജുകളിലൂടെ കടന്നുപോയി. പക്ഷേ ഇത്രയേറെ മാഗ്നിഫിസൻറ്റ് എന്ന് പറയാം, അത്രയേറെ മനോഹരമായിരുന്ന പ്രോഗ്രാമാണ്. ഇത്രയേറെ വൈബ്രൻ്റ് ആയിട്ടുള്ള YWC മെമ്പേഴ്സ് മൂവാറ്റുപുഴ അഭിമാനമാണ്. പ്രത്യേകിച്ച് 70s-ലും 80s-നോട് അടുത്തും ഇത്രയേറെ എക്സലായിട്ട് പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. കൺഗ്രാജുലേഷൻസ്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ കൊയറിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ, കാരണം ഞാൻ പല വർഷങ്ങളും ഇത് സഹിക്കുന്ന ഒരാളാണ്. ഞാൻ 25 വർഷമായിട്ട് ഈ കൊയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്തായാലും അച്ഛനോട് ഞാൻ ഇക്കൊല്ലം പറയായിരുന്നു, സാധാരണ പല വർഷങ്ങളെക്കാളും എത്രയും നല്ല ഒരു കൊയറായിരുന്നു ഇത്തവണ എന്ന് അച്ഛനും പറഞ്ഞു. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു അച്ഛന് ഇതെങ്ങനെ നന്നാക്കും എന്നുള്ളതിനെ പറ്റി വിഷമിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ. അത് അച്ഛനും തോന്നി ഇത്തവണ നന്നായി എന്ന്. എന്തായാലും വളരെ ഭംഗിയായ പ്രോഗ്രാംസാണ്. എല്ലാവരും പിടിച്ചിരുത്തുന്ന, എനിക്ക് തോന്നുന്ന സമയം പോയത് അറിഞ്ഞില്ല. 9:45 എന്നുള്ളത് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ അത്ര പെട്ടെന്ന് സമയം പോയി. വളരെ ഭംഗിയായിട്ടുള്ള പ്രോഗ്രാംസ്. പിന്നെ എനിക്ക് ആകെയുള്ളൊരു YWCക്കാരോട് പറയാനുള്ള ഒരു ഇത്, ഞാൻ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഒരു YWCA വിഡോവറാണ്. എൻ്റെ ഭാര്യയെ രാത്രി ചിലപ്പോൾ 10 മണിക്കും 11 മണിക്കൊക്കെ കയറി വരുമ്പോൾ ഒരു പിന്നായം പോലെയൊക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. പറ്റുമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം തരാൻ ശ്രമിക്കാമെങ്കിൽ നല്ലൊരു സന്തോഷമായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഐ വിഷ് യു ഓൾ വെരി മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. A day or 2 ago, I thought I'd take a ride, and soon Miss Fanny Bride was seated by my side. The horse was lean and lank, misfortune seemed his lot, and got into a drifted bank and away we got. Jingle bells, jingle bells, jingle all the way. Let the children join the Santa on the stage. Horse open sleigh, jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, so go it while you're young. Take the girls tonight and sing a sleighing song. Just get a bobtail nag, 240 for his speed, then hitch into an open sleigh, crack your tail for lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.
Who prepared the Christmas invite? Miss Sarah Bobby. അയലിന്റെ പാട്ട് കേട്ട് ഞാനൊന്ന് ഉറങ്ങിയായിരുന്നു, പിന്നെ എണീറ്റ് വന്നതാ. സമയം അതിക്രമിച്ചു എങ്കിലും നന്ദിയുടെ ഒരു വാക്ക് പറയേണ്ടവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. നക്ഷത്രങ്ങൾ നിറഞ്ഞ ഈ ആഘോഷ രാവിലെ പരിസമാപ്തിയിൽ YWCAയുടെ ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്മസ് കാലമാണല്ലോ. നക്ഷത്രങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. അവയ്ക്ക് സ്വയം പ്രകാശിക്കാം, മറ്റുള്ളവയ്ക്ക് പ്രകാശം പകർന്നു കൊടുക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ പുറമേ നിന്ന് നമ്മൾ പ്രകാശിപ്പിക്കണം. അപ്പോൾ YWCAയുടെ ലീഡിംഗ് സ്റ്റാറായ ഡോക്ടർ കുക്കു മത്തായി നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളുടെയും ആസൂത്രക ആണ്. ഞാൻ പറഞ്ഞാൽ അവസാനം കൈയടിച്ചാൽ മതി കേട്ടോ, സമയം അതിക്രമിച്ചുകൊണ്ടല്ല. അത്രയും സമയം വെറുതെ പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കൈയടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഒന്നാമതായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ കുക്കുവിനാണ്. വേറൊരു കാര്യത്തിൽ നിങ്ങൾ നന്ദി പറയുന്നു. ഈ ഗിഫ്റ്റുകളെല്ലാം അത് YWCAയുടെ വകയല്ല, അത് മുഴുവനും ഡോക്ടർ കുക്കുവിൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ അതിന് നന്ദി. അപ്പോൾ ഒരു കൈയടിക്കാനൊക്കെ പറ്റത്തില്ല. പിന്നെ അടുത്തത് നമ്മുടെ പുത്തങ്കള അച്ഛൻ അവസാനം വരെ ഇരുന്ന്, അച്ഛൻ്റെ വിലയേറിയ സമയം, അച്ഛൻ എത്രമാത്രം തിരക്കുള്ള വ്യക്തിയാണെന്ന് നമുക്കറിയാം. അച്ഛൻ അവസാനം വരെ ഇരുന്ന് നമ്മോടൊപ്പം ഈ പരിപാടികളെല്ലാം കണ്ടിരിക്കുന്നു. അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. ഇനി പ്രസിഡന്റിനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ ഒരു ടീം ഓഫ് ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറി ഫിലോമിന ദേവി, വൈസ് പ്രസിഡന്റ് ജിജി, ട്രഷറർ ഷീല, അസിസ്റ്റന്റ് ട്രഷറർ സ്വപ്ന രാജേഷ്, അതിൻ്റെ പാർട്ട് എന്ന നിലയിൽ ഞാനും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ചില ഷൈനിങ് സ്റ്റാർസ് ഉണ്ട്, YWCAയുടെ ചില ഷൈനിങ് സ്റ്റാർസ്. അതിൽ ഒന്നാമത്തെ തിളങ്ങുന്ന നക്ഷത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഹോള് ഇത്ര മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഒരാളുടെ കോൺട്രിബ്യൂഷനാണ്. അതാണ് നമ്മുടെ പുതിയ മെമ്പർ ഡോക്ടർ തമന്ന ഷെനോയ്. നമ്മുടെ ക്രിസ്മസ് ട്രീ, അതുപോലെ ഈ കാണുന്നതെല്ലാം ക്രിബ്, ഈ ഡെക്കറേഷൻസ് എല്ലാം, കർട്ടൻ, അതിനൊക്കെ എത്രയോ ദിവസങ്ങൾ പല കടകളിലൂടെ എല്ലാം കയറി ഇറങ്ങി സെലക്ട് ചെയ്ത് അനുയോജ്യമായ ക്രിസ്മസ് തീമിന് അനുയോജ്യമായ കളറെല്ലാം കൊടുത്ത് അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് A to Z സകലതും. എത്ര ദിവസങ്ങളായി ഫ്രീ ആയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചത്, ഒരാഴ്ച മുമ്പേയൊക്കെ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഡോക്ടർ തമന്ന ഷെനോയ്ക്ക് YWCAയുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി അതായത് പ്രസിഡന്റിൻ്റെ ബെസ്റ്റിയാണ്, അപ്പം നമ്മുടെ എല്ലാവരും ബെസ്റ്റിയാണ്. പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ്, ഇതെല്ലാം ഈ ട്രീയിലെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയ ആൾ നമ്മുടെ ശ്യാമളയാണ്. അപ്പോൾ ഗിഫ്റ്റ് മേടിച്ച് പോയപ്പോൾ നമ്മൾ കണ്ടു ശ്യാമളയെയും. അതുപോലെ ഈ ഫ്ലവേഴ്സ്, ഇവിടെയുള്ള ഫ്ലവർ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ജിജി രാജനാണ്. ജിജിയെയും രണ്ടുപേർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. YWCAയുടെ മറ്റൊരു ഷൈനിങ് സ്റ്റാറാണ് നമ്മുടെ മേരി പി ജേക്കബ്. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സണാണ് മേരി. ദിവസങ്ങളോളം, അപ്പം നമുക്കറിയാം, എനിക്ക് ഡോക്ടർ കുക്ക് പറയുന്നതെന്ന് മനസ്സിലായി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഉച്ചയ്ക്ക് രാവിലെ YWCAയിൽ ഓരോ പ്രോഗ്രാമായിട്ട് നടക്കുന്നു, ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നു, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പേ സകല പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്ത് അതിലുള്ള ആളുകളെ കണ്ടുപിടിച്ച് ദിവസങ്ങളോളം നീളുന്ന പ്രാക്ടീസ്, 1-2 ദിവസമല്ല, അതിനുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഇത്ര ആൾക്കാരെ സ്റ്റേജിൽ കയറ്റുന്ന ഈ പ്രോഗ്രാമിൽ മേരിയുടെ സംഭാവന വളരെ വലുതാണ്. മിക്കവാറും എല്ലാ പരിപാടികളിലും മേരി അതിൽ ഇടപെട്ടിട്ടുണ്ട്. അർപ്പണ മനോഭാവത്തോടുകൂടി YWCA സഹായിച്ച മേരിക്ക് നന്ദി അറിയിക്കുന്നു. പരിപാടികളിടയിൽ ഒരു നാടൻ പാട്ടുമായിട്ട് തലക്കെട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സീനിയർ മെമ്പർ വന്നു. അല്ലേ, നല്ല ഭംഗിയായിരുന്നു. നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഗീത ചേച്ചിക്കും ഞാൻ അതിനുള്ള നന്ദി പറയുകയാണ്. 25 വർഷം YWCA കൊയറിനെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. പ്രിൻസച്ചൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. വേറൊരു കാര്യം കൂടെ പ്രിൻസച്ചൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സകല പ്രോഗ്രാമുകൾക്കും ഈശോയ്ക്കൊക്കെ ശബ്ദം, പുരുഷൻ്റെ ശബ്ദമൊക്കെ വന്നല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാത്തിൻ്റെയും പിന്നണിയിൽ അച്ഛൻ്റെ കാറിൽ അച്ഛൻ്റെ ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് എത്രയോ തവണ YWCA ഹോളിലും അതുപോലെ ഡോക്ടർ കുക്കുവിൻ്റെ വീട്ടിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ YWCAക്ക് വേണ്ടി സമയവും
അതുപോലെ അധ്വാനവും എല്ലാം അച്ഛൻ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അച്ഛനുള്ള നന്ദിയും അറിയിക്കുന്നു. ഇനി നന്ദി പറയേണ്ട ഒരു ഫാമിലി ഉണ്ട്. അത് നമ്മുടെ ടിഷ, വിനോദ്, ഐറിൻ ഫാമിലിയാണ്. അവരുടെ വീട്ടിൽ വെച്ചാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മനോഹരമായൊരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് അവരുടെ വീടായിരുന്നു, അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു അവരുടെ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ YWCA കൊയറിന് വേണ്ടി സ്വന്തം വീടിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിട്ട് കൊടുത്ത ആ കുടുംബത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പിന്നെ അതുപോലെ ഇന്ന് നല്ലൊരു പ്രസൻറ്റേഷനുമായിട്ട് വന്ന ഗീത ചേച്ചിയെ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ നമ്മുടെ അടുത്ത ഒരു ഷൈനിങ് സ്റ്റാർ തന്നെയാണ് നമ്മുടെ ഫുഡ് കമ്മിറ്റി കൺവീനറായ മിനിമോൾ. കുക്ക് എപ്പോഴും പറയും, ഫുഡ് മിനിമോൾ ആണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഇല്ലാത്ത ഏക ഒരു കാര്യം ഫുഡാണ് കേട്ടോ ഡോക്ടർ കുക്കുവിന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഉറങ്ങാനൊന്നും ഇല്ല, പക്ഷെ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു കാര്യമാണ് ഫുഡ്. കാരണം അത് മിനിമോളുടെ കയ്യിൽ അത് ഭദ്രമാണ്, അതിന് നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ്. അപ്പം മിനിമോൾക്ക് അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മൾ കേക്കും വൈനും ഒക്കെ ആസ്വദിച്ചാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മുടെ കേക്ക് ഒരു സ്പോൺസർഷിപ്പ് ആയിരുന്നു. നമ്മുടെ തോട്ടത്തിലെ മേരി ചേച്ചിയാണ് അത് സ്പോൺസർ ചെയ്തത്. അതുപോലെ വൈൻ അത് ഹോം മെയ്ഡ് അല്ല, YWCA മെയ്ഡ് വൈനാണത്. അത് വത്സ ചേച്ചിയും കുഞ്ഞുമോൾ ചേച്ചിയും കൂടെ അത് ഇവിടെ YWCA കെട്ടിവെച്ച് അരിച്ചു കുപ്പിയിലാക്കി നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്താണ്. അപ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട വത്സ ചേച്ചിക്കും കുഞ്ഞുമോൾ ചേച്ചിക്കുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രൊഫഷണലി MC ചെയ്ത 2 മെഡിക്കൽ കുട്ടികൾ അല്ലേ, അവരൊക്കെ ഇനി എവിടെ MC ചെയ്യാൻ വിളിച്ചാൽ അവർക്ക് സധൈര്യം പോകാം. അത്ര മനോഹരമായിട്ട് MC ചെയ്ത ഈ 2 മെഡിക്കുകളാണ് വിനു മേരി ഫ്രാൻസിസ്, ഹെലൻ മേരി. അതോടൊപ്പം കാർഡ് ഡിസൈൻ ചെയ്ത കുഞ്ഞു മിടുക്കി സൈറ ബോബി. ഈ 3 പേർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി നമ്മുടെ ക്രിസ്മസ് ഫാദർ പലരും മടിച്ചു നിന്നു കേട്ടോ, പക്ഷെ ആ സമയത്ത് നല്ല സധൈര്യം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വന്ന നമ്മുടെ കുഞ്ഞുമോളായിരിക്ക് ഉള്ള നന്ദി ഞാൻ പറയുന്നു. പിന്നെ വേറൊരു ഫാമിലിയെ ഒത്തിരി പേര് കാല് പിടിച്ചതിന് ശേഷം അവസാനം സമ്മതിച്ച ഒരു വ്യക്തിയാണ്. അതെ അതെ, ഒത്തിരി പേര് അതിന് സമ്മതം പറഞ്ഞു, എന്നിട്ടും സധൈര്യം. വേറൊരു ഫാമിലിയെ കൂടെ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ പൂനാട്ടെ റോസി ചേച്ചിയും ഫാമിലിയുമാണ്. YWCAയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ചേച്ചിയുടെ ഫാമിലി. ചേച്ചി ഇപ്പോഴും ഈ YWCA മുകളിൽ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് റോസ് ചേച്ചി എൻ്റെ ഫാമിലി. ചേച്ചിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹായികളായിട്ട് നിന്ന കുറച്ച് പേർ ഇന്നിപ്പോൾ ലാസ്റ്റ് സമ്മാനം മേടിക്കാൻ കയറിയവരുണ്ട്. ഗിരീഷ്, ലക്ഷ്മി, അതുപോലെ നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സായ അഞ്ജലി, ജോഷി, ജെയിൻ, ജിജോ തുടങ്ങിയവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി ഞാൻ നന്ദി പറയേണ്ടത് YWCA മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇത്രയും ആളുകൾ. സമയം ഒത്തിരി അധികം 10 മണി കഴിഞ്ഞു, അത്രയും സമയം. ഫാമിലി മെമ്പേഴ്സ്, ഇൻവൈറ്റഡ് ഗസ്റ്റ്, അവർക്കെല്ലാമുള്ള നന്ദി പറയുന്നു. പിന്നെ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ആകർഷഘടകം എന്ന് പറയുന്നത് കുഞ്ഞു മക്കളല്ലേ. എൻ്റെ മിടുക്കി കുട്ടികളും മിടുക്കന്മാരും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പോൾ എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് ക്വിസിനൊക്കെ സമ്മാനമൊക്കെ ആൻസറൊക്കെ പറഞ്ഞു, സമ്മാനമൊക്കെ വാങ്ങിച്ചു, നല്ല ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ കുഞ്ഞു മക്കൾക്കുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇനി ആരെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
വിട പറയാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോലെ നമുക്ക് സാന്റ ആരാന്ന് അറിയണ്ടേ? സാന്റയ്ക്ക് ഭയങ്കര ധൃതിയാണ്. ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? Our dear President Kukuma has sent some gifts with you to present a few. Santa, please do the honor of presenting them. Let's take a moment to appreciate the efforts of people at the backstage, whose efforts have played a significant role. Mr. Girish, Mr. Georgie, Ms. Lakshmi, Mr. Jain, Mr. Joshi, the photographer. ജോഷിക്ക് വീട് വിട്ടു പോകാൻ ഉദ്ദേശമില്ലേ? അവിടെ